ഗൈസ്, നമ്മുടെ മിറാഷ് OTT റിലീസായിട്ടുണ്ട്. ഞാൻ പടം കണ്ടു. ഇതിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് അപർണ തരക്, സ്ക്രീൻ പ്ലേ ശ്രീനിവാസ് അബ്രോൾ, ജീത്തു ജോസഫ് രണ്ടുപേരോട് ചേർന്നിട്ടാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് അലി, അപർണ ബാലമുരളി, ഹന്ന റജി കോശി, ദീപക് പരമ്പോൾ, സമ്പത്ത്, ഹക്കിം ഷാ, അർജുൻ ശ്യാം ഗോപാൽ എന്നിവരൊക്കെയാണ്. പടം കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തത് തമിഴ് സിനിമയാണോ, എൻ്റെ ലാംഗ്വേജ് മാറി, സിനിമയിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്തത് തമിഴായി പോയോ എന്ന് വരെ ഓർത്ത് ഞാൻ ലാംഗ്വേജ് മാറ്റാൻ നോക്കി. കാരണം ഫുള്ളും തമിഴിലാണ്. അതായത് കോയമ്പത്തൂർ നടക്കുന്നൊരു കഥയാണ്. അതുകൊണ്ട് വന്നവരും പോണവരും നിന്നവരും എല്ലാവരും തമിഴാണ് ഫുള്ള്. എനിക്ക് തോന്നുന്നു കുറേ ആദ്യം തുടക്കമൊക്കെ ഫുള്ള് തമിഴിലാണ്. ജിത്തു ജോസഫ് ഈ പടം ഹിന്ദിയിൽ പോയി ചെയ്യാനായിട്ടിരുന്നൊരു പടമായിരുന്നു. അവിടെ ഫീമെയിൽ ലീഡിങ് റോളായതുകൊണ്ട് തന്നെ പലരും ഉപേക്ഷിച്ച് റിജക്റ്റ് ചെയ്തൊരു പടമായിരുന്നു നമ്മുടെ മിറാഷ്. അതിവിടെ കൊണ്ടൊന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നെന്ന് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയില്ല. പടം തുടങ്ങി ആദ്യമേ തന്നെ വലിയ താമസമില്ലാതെ ലാഗടിപ്പിക്കാതെ തന്നെ പടം ഒരു ത്രില്ലർ മോഡിലായിട്ട് കയറുന്നുണ്ട്. പിന്നെ ആ ഒരു പേസ് അങ്ങനെ തന്നെ പോകുന്നുണ്ടെങ്കിലും മുട്ടിനുള്ള ട്വിസ്റ്റ് ഭയങ്കര ഒരു അരോചകമായിട്ട് തോന്നിയത് ആദ്യമായിട്ടാണ്. പല സിനിമകളും ട്വിസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഇങ്ങനെ വാരി വലിച്ച് ഭയങ്കര ഫോഴ്സായിട്ട് ഈ ട്വിസ്റ്റുകൾ ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്ന പോലെ തോന്നി. ഇവിടെ ട്വിസ്റ്റ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് പടത്തിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ ട്വിസ്റ്റുകൾ എഴുതി ചേർത്തതുപോലെ തോന്നി. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ട്വിസ്റ്റ് കണ്ട് നമ്മൾ തന്നെ മടുക്കും. പടത്തോടുള്ളൊരു ഇമ്പ്രഷനേ പോകും. കാരണം ഒരു ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു പടത്തിനൊരു വഴിത്തിരിവ് ഉണ്ടാക്കണം. അതാണ് മെയിനായിട്ടൊരു ട്വിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ദൃശ്യത്തിൽ കണ്ടിട്ടുണ്ട് ട്വിസ്റ്റ് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പോൾ രാക്ഷസൻ, തമിഴിലെ രാക്ഷസൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ ട്വിസ്റ്റ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വമ്പൻ ട്വിസ്റ്റാണ്. അത് കാണാൻ വേണ്ടി നമുക്ക് നോക്കിയിരിക്കാൻ തോന്നും. പക്ഷേ ഇതിലെ ഓരോ ട്വിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി അത് ജന്മത്ത് പോലും നമുക്ക് കാണാൻ തോന്നില്ലാത്ത രീതിയിലുള്ള കുറേ ട്വിസ്റ്റുകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ പടത്തിൽ ഫീമെയിൽ ഓറിയൻറ്റഡ് റോളാണ്. അപർണ ബാലമുരളിയാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആസിഫ് അലിയുടെ ക്യാരക്ടർ നമ്മൾ ആദ്യമേ കാണുമ്പോൾ ഒരു നിർഗുണനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒന്നിനും ഒരു മണ്ണുണ്ണി സെറ്റപ്പ്, എന്തോ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടർ. പുള്ളീനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പുള്ളി അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റോള് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട റോളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം, അത്ര തന്നെ. വേണ്ടായിരുന്നു എന്ന് വെച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. പുതിയ ആൾക്കാരെങ്കിലുമൊക്കെ ചെയ്താലും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കൂമന് ശേഷം ആസിഫ് അലി, ജീത്തു ജോസഫ് ഒന്നിക്കുന്നു എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് അറിയത്തില്ല. പക്ഷേ അത്രത്തോളം ഇമ്പ്രസീവായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. പലരും പറഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ട് തോന്നിയെന്ന്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം ഒരു ത്രില്ലർ മൂഡിലായിട്ട് ഇങ്ങനെ ഇതെന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പടം ഭയങ്കര ലാഗായിട്ടാണ് ഫീൽ ചെയ്തത്. ഒന്നിനും ഒരു അവസാനം ഇല്ലാത്ത പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് കഴിഞ്ഞു, 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും വേറൊരു ട്വിസ്റ്റ്. ഇതിങ്ങനെ ട്വിസ്റ്റിൻ്റെ മാലപ്പടക്കം പോലെ ഇങ്ങനെ ട്വിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പടം ഒരിടത്തും നിൽക്കുന്നുമില്ല, തീരുന്നുമില്ല, ഇങ്ങനെ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആസിഫ് അലി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഡോണ്ട് സർപ്രൈസ് മീന്നോ അങ്ങനെ എന്തൊരു ഡയലോഗ് പറയുന്നുണ്ട്. എന്നെ ഇനിയും അത്ഭുതപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ. കാരണം അതുപോലെ ട്വിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാനും അവസാനം എൻഡ് ക്രെഡിറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ നിന്നു. ഇനി ജീത്തു ജോസഫ് വേറെ വല്ല സർപ്രൈസും വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും ഉണ്ടായില്ല, കാര്യമില്ലാണ്ടായി. ഇതിൻ്റെ തിരക്കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ള ഒരു തിരക്കഥയാണ്. ത്രില്ലർ മൂഡിലോട്ട് പോകുന്നുണ്ടെങ്കിലും ഇവർ സ്റ്റോറി എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറയുക, ഇതെന്താണ് കാര്യങ്ങളെന്നൊക്കെ പറയാനേക്കാളും കൂടുതൽ ഇവരൊരു ഉത്സാഹം കാണിച്ചത് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞത് ഇവരെ ട്വിസ്റ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇവരുടെ പ്രൈം ഇൻറ്റൻഷനായിട്ട് എനിക്ക് തോന്നുന്നു. ഭയങ്കര വീക്കായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ് ഇതിൻ്റെ. നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കും, വലിയ കാര്യങ്ങളൊക്കെ വരാനുണ്ട്, അല്ലെങ്കിൽ വലുതായിട്ട് എന്തൊക്കെയോ വരാനുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിവിടെ പ്രതീക്ഷിക്കേണ്ട. ഒട്ടും നാച്ചുറൽ അല്ലാത്ത ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സീൻസ് നമുക്ക് പലപ്പോഴും പല സ്ഥലത്തും നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഇവരുടെ അഭിനയമാണെങ്കിലും അതുപോലെ തന്നെ അഭിനയിച്ചേക്കണ മിക്ക ആൾക്കാരുടെയും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത്. ആർക്കും തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. വില്ലന്മാരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തേക്കുന്നവരൊക്കെ ആണെങ്കിലും അവർ വില്ലന്മാരാണെന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. ഒന്നാമത്തെ കേസ് അത്രയ്ക്ക് ഒരു ത്രില്ലിങ് എലമെൻ്റ് അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പോരായ്മ എന്ന് പറയുന്നത്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ തമിഴ് പടം 11 പോലെയൊക്കെ ഒരുപാട് ട്വിസ്റ്റുകൾ, ആ പടത്തിനകത്ത് ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. അതുപോലെ ഒരുപാട് ട്വിസ്റ്റുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ പടം ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുമായിരിക്കും. പിന്നെ ഇതിനകത്ത് സീരിയസ് ആയിട്ട് ചെയ്തിട്ട് കുറച്ച് കോമഡി ആയിപ്പോയ കുറേ സീൻസുകളുണ്ട്. ഒന്നൊരു വീട് കത്തിക്കുന്ന സീനും പിന്നെ ഇതിലെ ആക്ഷൻ രംഗങ്ങളും. ആക്ഷൻ പറഞ്ഞാൽ ഈ തമിഴ്നാടാണല്ലോ, കുറേ എല്ലാത്തിൻ്റെയും കയ്യിൽ തോക്കും കൊടുത്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹിക്കില്ല. ആ രീതിയിലാണ് ആക്ഷനൊക്കെ എടുത്തു വച്ചിരിക്കുന്നത്. ആസിഫ് അലി ഇതിനകത്തൊരു ഓൺലൈൻ റിപ്പോർട്ടറായിട്ടാണ് വരുന്നത്.
ആഭരണ ബാലമുരളി ആണെങ്കിൽ ഒരു ഫിനാൻസ് കമ്പനിയിലെ ഒരു എംപ്ലോയറാണ്. ഫിനാൻസ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പടത്തിനകത്ത് പറയുന്നത് മറ്റേ ആയിരക്കണക്കിന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുന്ന വലിയൊരു മണി ലോണ്ടറിങ് സെറ്റപ്പുള്ള ഒരാളാണ്. പക്ഷേ ഒരു ചെറിയൊരു നമ്മുടെ ഒരു ഫിനാൻസ് കമ്പനിക്കാണ് കാണിക്കുന്നത്. ഒട്ടും ലോജിക്കില്ലാത്ത കുറേ സീൻസ് ഇതുപോലെ പടത്തിനകത്തുണ്ട്. ജീത്തു ജോസഫിൻ്റെ മറ്റ് ത്രില്ലർ സിനിമകളിലെ തിരക്കഥയായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. പടത്തിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്ര തന്നെ. എന്ന് വെച്ചാൽ കൂടുതലും ഇല്ല, നമ്മളെ അത്രയ്ക്ക് എൻഗേജ്മെൻറ്റ് ചെയ്യിക്കുന്നുമില്ല, എൻഗേജ് ആയിട്ട് ഇരുത്തുന്നുമില്ല, എന്നാൽ തീരെ ലോയോ അല്ല, അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു അത്യാവശ്യം ആവറേജ് പടത്തിന് വേണ്ട രീതിയിലുള്ള ഒരു സ്കോറൊക്കെ പുള്ളിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജീത്തു ജോസഫിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും പ്രത്യേകിച്ച് വലിയ പുതുമകളുള്ള ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പുള്ളി. പിന്നെ ഇതിനകത്ത് നമ്മുടെ മെമ്മറീസിൽ ഒരു ലോങ് ഷോട്ട് സീൻസ് ഇല്ല, നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ക്യാമറ പോയിട്ടുള്ള ഒരു ലോങ് സീൻസ്, അതുപോലത്തെ ഒരു സാധനം ഇതിനകത്ത് തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ അടിക്കടിയും ട്രെയിനിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നൊരു സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, കാണാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഒരു വൺ ടൈം വാച്ചബിൾ, ജീത്തു ജോസഫിൻ്റെ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വൺ ടൈം വാച്ചബിൾ കണ്ടു നോക്കാം, അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പോൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.